അപ്പം അങ്ങനെ വരുന്ന സമയത്താണ് അവർക്ക് സന്താനങ്ങൾക്ക് ദോഷം, സന്താന ലബ്ധിയില്ലാതിരിക്കുക, വിവാഹത്തിന് തടസ്സം, കുടുംബത്തിലെ പ്രശ്നങ്ങളും കലഹങ്ങളൊക്കെ ഉണ്ടായിട്ട് വരിക. അതാണ് മറ്റ് ഒരു ബലിക്കും ഇല്ലാത്തതായിരിക്കുന്ന പ്രത്യേകത. കർക്കിടക മാസത്തിലെ കറുത്തവാവ് പിതൃക്കൾക്ക് പ്രീതികരമായിരിക്കുന്ന ഒരു ചടങ്ങാണ്. സാധാരണ കേരളത്തിലെ എല്ലായിടത്തും കർക്കിടക മാസത്തിലെ കറുത്തവാവിന് പ്രാധാന്യം. അപൂർവം ചില സ്ഥലത്ത് മാത്രം മകരമാസത്തിലെ കറുത്തവാവ് പിതൃപ്രീതിക്കായിട്ട് നടത്താറുണ്ട്. അപ്പോൾ കർക്കിടക മാസത്തിലെ ആ കറുത്തവാവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആ സമയത്ത് കർക്കിടക മാസത്തിലെ കറുത്തവാവിനാണ് എല്ലാ പിതൃക്കളും, നമ്മുടെ വംശത്തിലുള്ളതായിരിക്കുന്ന എല്ലാ പിതൃക്കളും, അതായത് അച്ഛനമ്മ മാത്രമല്ല അവരുടെ അച്ഛനമ്മമാര്, അങ്ങനെയുള്ളതായിരിക്കുന്ന എല്ലാവരും നേരെ സന്താന പരമ്പരകളെ കാണാനായിട്ട് നേരെ ആകാശവീഥിയിൽ വന്നു നിൽക്കും. അപ്പോൾ സാധാരണഗതിക്ക് പിതൃക്കൾ എന്ന് പറഞ്ഞാൽ സ്വന്തം പിതൃക്കൾ, അച്ഛൻ, അമ്മ, പിന്നെ മാതാവിൻ്റെ വംശത്തിലുള്ളതായിരിക്കുന്ന പിതൃക്കൾ, അതേപോലെ പിതാവിൻ്റെ വംശത്തിലുള്ള പിതൃക്കൾ. അപ്പം അങ്ങനെയാണ് സാധാരണഗതിക്ക്. അതുകൊണ്ട് പണ്ട് കാലത്തൊക്കെ തന്നെ അഷ്ടകാശ്രാദ്ധം എന്നാണ് ഉത്തരഭാരതത്തിൽ പറയുക. അത് അഷ്ടമി, നവമി, അതേപോലെ ദശമി തിഥികളിലായിട്ട്. അപ്പോൾ അഷ്ടകാശ്രാദ്ധം എന്ന് പറയും. അപ്പോൾ മാതാമഹന്മാർക്ക്, പിതാമഹന്മാർക്ക്, പിന്നെ സ്വന്തം അച്ഛനമ്മമാർക്ക്, മരിച്ചുപോയവർക്ക് ഉള്ളതായിരിക്കുന്ന ബലി. അപ്പോൾ കർക്കിടക മാസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, കർക്കിടക മാസത്തിലാണ് എല്ലാ പിതൃക്കളും ആകാശവീഥിയിൽ തങ്ങളുടെ ആ സന്താന പരമ്പരകൾ ഞങ്ങൾക്ക് ഉള്ളതായിരിക്കുന്ന ആദരവ് സമർപ്പിക്കാൻ വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നതാണ്. അപ്പം അതുകൊണ്ടാണ് എല്ലായിടത്തും കർക്കിടക വാവ് ബലി നിർബന്ധപൂർവ്വം നടത്തുന്നത്. പ്രത്യേകിച്ച് പുണ്യക്ഷേത്രങ്ങളിൽ, പുണ്യ നദീതീരങ്ങളിൽ അതിന് പ്രാധാന്യം കൂടും. അപ്പം നദീതീരങ്ങളിൽ ആണ് പ്രാധാന്യം. കാരണം അത് കഴിഞ്ഞാൽ നേരെ ഒഴുക്കി വിടാനായിട്ട് സാധിക്കും. അപ്പോൾ ജലത്തിൽ പിണ്ഡം നിമജ്ജനം ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഒഴുക്കുള്ള സ്ഥലത്താണ്. അപ്പം അതുകൊണ്ടാണ് നേരെ പുണ്യ തീർത്ഥങ്ങളായിരിക്കുന്ന തിരുനാവായ, ഭാരതപ്പുഴയുടെ തിരുനാവായ തിരുനെല്ലി, അതേപോലെ ആലുവ, അതേപോലെ പെരിയാറിൻ്റെ തീരത്തുള്ളതായിരിക്കും ചേലാമറ്റം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നേരെ ഈ കർക്കിടക വാവിന് പ്രാധാന്യം ഏറാനുള്ള കാരണം. അപ്പോൾ സാധാരണ എല്ലാ മാസത്തിലും കറുത്തവാവുണ്ട്. പക്ഷെ എല്ലാ മാസത്തിലെ കറുത്തവാവിന് പിതൃക്കൾക്ക് കർമ്മം ചെയ്യാറുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ വംശത്തിങ്കലുള്ളതായിരിക്കുന്ന എല്ലാ പിതൃക്കളെയും നേരെ കാണാനായിട്ട് സാധിക്കുകയും അവർക്ക് തർപ്പണം ചെയ്യാൻ സാധിക്കുന്നതും കർക്കിടക മാസത്തിലെ കറുത്തവാവിന് മാത്രമാണ്. അപ്പം അതുകൊണ്ടാണ് കർക്കിടക വാവ് ബലിയിടുന്ന സമയത്ത് നമ്മൾ ശുദ്ധിയായിട്ട് നേരെ വാവ് ബലി ഊട്ടണം എന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധയോടുകൂടി ഊട്ടേണ്ടതാണ്. അപ്പം അതുകൊണ്ട് നേരെ കറുത്തവാവിൻ്റെ തലേ ദിവസം നേരെ ഒരിക്കലെടുക്കുക എന്ന് പറയും. അപ്പോൾ രാവിലെ നേരെ ഒരു ഉച്ചയ്ക്ക് എന്തെങ്കിലും അരിയാഹാരം കഴിച്ചാൽ വൈകുന്നേരം പിന്നെ എന്ത് ചെയ്യണം? വൈകുന്നേരം കഴിയുന്നിടത്തോളം ജലാഹാരം അല്ലെങ്കിൽ ഫലാഹാരം ചെയ്യുക. പഴങ്ങളോ വല്ലത് മാത്രം കഴിക്കുക. പിന്നെ കറുത്തവാവിനൊന്ന് രാവിലെ എഴുന്നേറ്റ് ഗംഗാതീരത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ നദീതീരത്തോ അല്ലെങ്കിൽ പുണ്യക്ഷേത്രങ്ങളിലോ വാവുബലി കൂട്ടുന്ന ക്ഷേത്രങ്ങളിൽ പോയിട്ട് നേരെ ഇരുന്ന് നേരെ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പം ആ സമയത്ത് നേരെ അന്ന് നേരെ വാവ് ഊട്ടാനായിട്ട് പോകുന്ന സമയത്ത് ജലപാനം പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് കുളിച്ച് ശുദ്ധമായിട്ട് ഈറനൊടുത്ത് പോകണം, അങ്ങനെയാണ് കണക്ക്. അപ്പോൾ ഈറനൊടുത്തിട്ട് നേരെ പുരുഷന്മാർ തറ്റുടുക്കും. സ്ത്രീകൾ സാധാരണഗതിയിൽ നേരെ സെറ്റുമുണ്ടൊക്കെ കൊടുത്ത് ഈറനോട് കൂടിയിട്ട് നേരെ കാലുമലിരുന്ന് കുന്തുകാലിലിരുന്നിട്ടാണ് ചെയ്യാൻ. അപ്പം അങ്ങനെ ഇരുന്ന് നേരെ ഇടുന്ന സമയത്ത് സ്ത്രീകൾ നേരെ കിഴക്കോട്ട് അഭിമുഖമായിട്ടിരിക്കണം, പുരുഷന്മാർ തെക്കോട്ട് അഭിമുഖമായിട്ടിരിക്കണം എന്നാണ് അതിൻ്റെ രീതി.
കർക്കിടക ബലിക്ക് ഉള്ളതായിരിക്കുന്ന പ്രത്യേകത, എല്ലാ പിതൃക്കളും ആകാശത്ത് വന്ന് നിൽക്കുന്ന സമയത്ത് അപ്പോൾ ഏതെങ്കിലും ഒരു പിതൃവിൻ്റെ വംശപരമ്പരകൾ അല്ലെങ്കിൽ പിന്തുണക്കാർ വന്നില്ലെങ്കിലോ മറ്റു പിതൃക്കള് അവരെ നേരെ അപഹസിക്കും എന്നൊരു പഴമൊഴിയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്, എൻ്റെ മക്കളും കൊച്ചുമക്കളും എന്നെ ബഹുമാനിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് ശാപം ഏൽക്കാനുള്ളതായിരിക്കുന്ന ഒരു സംഭവം ഉണ്ടാവും. എൻ്റെ മക്കൾ മറ്റെല്ലാവരുടെയും പിതൃക്കൾ വന്നല്ലോ, എൻ്റെ മക്കൾ മാത്രം വന്നില്ലല്ലോ എന്ന് ഉള്ളതായിരിക്കുന്ന ഒരു പശ്ചാത്താപം അവർക്ക് വന്നാൽ പിതൃക്കളുടെ കോപം എന്നാണ് പറയുക. പിതൃക്കളുടേതായിരിക്കുന്ന ഒരു ശാപമല്ല, അവരുടെ താപമുണ്ടാവും. അപ്പം അങ്ങനെ വരുന്ന സമയത്താണ് അവർക്ക് സന്താനങ്ങൾക്ക് ദോഷം, സന്താന ലബ്ധി ഇല്ലാതിരിക്കുക, വിവാഹത്തിന് തടസ്സം, കുടുംബത്തിലെ പ്രശ്നങ്ങളും കലഹങ്ങളൊക്കെ ഉണ്ടായിട്ട് വരിക. അതാണ് മറ്റ് ഒരു ബലിക്കും ഇല്ലാത്തതായിരിക്കുന്ന പ്രത്യേകത. ഈ കറുത്ത വാവിലെ കർക്കിടക മാസത്തിലെ കറുത്ത വാവ് ബലിക്ക് വരാനുള്ളതായിരിക്കുന്ന കാരണം. അതിന് പൗരാണിക പ്രസിദ്ധമായിരിക്കുന്ന കഥകളുണ്ട്. കാരണം നേരെ ഈ ഗയാതീരത്ത്, ഗയ എന്നുള്ളത് ബീഹാറിലാണ് ഗയ. അപ്പോൾ ഗയാതീരത്ത് നേരെ എല്ലാവരും ബലിയർപ്പിക്കാൻ വന്ന സമയത്ത് കറുത്തവാവിൻ്റെ അന്ന് ബലിയർപ്പിക്കാൻ ശ്രീരാമ പട്ടാഭിഷേകം എല്ലാം കഴിഞ്ഞ ശേഷമാണ്. അപ്പോൾ ശ്രീരാമേന്ദ്ര സ്വാമികൾ ഈ പട്ടാഭിഷേകം എല്ലാം കഴിഞ്ഞ ശേഷം അമ്മമാരുണ്ട്, അതേപോലെ തന്നെ എല്ലാവരും ഉണ്ട്. അപ്പോൾ സീതാദേവിയുണ്ട്. അപ്പോൾ നേരെ ആ ബലിയർപ്പിക്കാനായിട്ട് അവിടെ എത്തി. അപ്പോൾ അന്നത്തെ കാലത്ത് നേരെ പിതൃക്കൾ നേരിട്ടെത്തിയിട്ട് അർഘ്യം സ്വീകരിക്കുന്നതാണ് പറയാം. പിണ്ടം കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്ന സമയത്ത് പിതൃക്കൾ നേരിട്ട് കയ്യിൽ വാങ്ങി അത് സ്വീകരിക്കും. അങ്ങനെയായിരുന്നു പഴയ കാലത്തെ സമ്പ്രദായം, പ്രത്യേകിച്ച് ഗയയിൽ. അതാണ് ഗയാശ്രാദ്ധത്തിന്റെ പ്രാധാന്യം വരാൻ കാരണം. അപ്പൊ അങ്ങനെ വന്നപ്പോഴെന്ത് പറ്റി, എല്ലാ രാജാക്കന്മാരും വന്നു അവരുടെ പിതൃക്കളെ മനസ്സിൽ വിചാരിച്ചിട്ട് പിണ്ഡം ദാനം ചെയ്തു കഴിഞ്ഞപ്പോൾ ശ്രീരാമൻ സമർപ്പിച്ചതായിരിക്കുന്ന പിണ്ഡം സ്വീകരിക്കാനായിട്ട് ദശരഥൻ വന്നില്ല എന്നാണ്. അപ്പൊ ദശരഥനെ കാണാത്തത് കൊണ്ട് എന്തു പറ്റി, കാരണം മറ്റെല്ലാ രാജാക്കന്മാരും നേരെ രാമനെ കളിയാക്കി. രാമന്റെ അച്ഛൻ ദശരഥൻ അല്ലേ എന്നുള്ള ചോദ്യം വന്നു എന്നാണ്. അപ്പൊ രാമനും ദേഷ്യം വന്നതായിട്ടാണ് ആ കഥയിൽ പറയുക. രാമൻ ദേഷ്യം വന്നിട്ട് വാൾ ഉയർത്തിയിട്ട് നേരെ കൗസല്യയോട് ചോദിച്ചു, അമ്മയ്ക്ക് എന്തെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടോ, എൻ്റെ അച്ഛൻ എന്താ വരാത്തത്, അമ്മ പിഴച്ചിട്ടുണ്ടോ എന്ന് കൗസല്യയോട് ചോദിച്ചു. അപ്പോൾ കൗസല്യ വിലപിച്ചിട്ട് പറഞ്ഞു, മനസാ വാച കർമ്മണ, ആ ദശരഥനെ മാത്രമേ മനസ്സിൽ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ എന്താണ് ഇതിന് കാരണം എന്നറിയാനായിട്ട് നേരെ ശ്രീരാമേന്ദ്ര സ്വാമികൾ നേരെ ഹനുമാനെ അയച്ചു എന്നാണ്. അപ്പൊ ഹനുമാൻ നേരെ ബ്രഹ്മലോകത്തിലേക്ക് പോയി. എല്ലാ ലോകങ്ങളും ബ്രഹ്മലോകത്തിൽ പോയപ്പോൾ ആ ദശരഥൻ നേരെ ബ്രഹ്മലോകത്തിൽ ബ്രഹ്മദേവനായിട്ടിങ്ങനെ കുശലം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഹനുമാൻ പറഞ്ഞു, എൻ്റെ കൂടെ ഇപ്പൊ താഴത്തേക്ക് വരണം എന്ന് പറഞ്ഞു. അപ്പൊ ഹനുമാൻ പറഞ്ഞു, ഞാൻ കൊണ്ടുപോകും, ബലമായിട്ട് പോകും, സ്വാമിയുടെ ആജ്ഞയാണെന്ന് പറഞ്ഞപ്പോൾ നേരെ ആ സ്വാമിയുടെ ആജ്ഞ അനുസരിച്ചിട്ട് ആ ഹനുമാന്റെ ചോലിൽ കയറിയിട്ട് ദശരഥന്റെ ആത്മാവ് നേരെ താഴത്തേക്ക് വന്നു, ഗയയിൽ വന്നു. അപ്പൊ ആ സമയത്താണ്, എന്തുകൊണ്ടാണ് ഞാൻ പിണ്ഡം തന്നപ്പോ അങ്ങ് സ്വീകരിക്കാതിരുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, സാധാരണഗതിയിൽ പിണ്ഡം സമർപ്പിക്കുമ്പോൾ നേരെ ഏത് കർമ്മത്തിലും ഭാര്യയും ഭർത്താവും ഒരുമിച്ചാണ് പിണ്ഡദാനം ചെയ്യുക എന്നാണ് ശരിക്കും വേണ്ടത്, എന്നാലേ പൂർണ്ണമാവുള്ളൂ എന്നാണ്. അപ്പൊ ഗയയിൽ ശ്രാദ്ധം കൂട്ടാനായിട്ട് വന്ന സമയത്ത് നേരെ സീതാദേവി ആ സീതാദേവി രജസ്വലയായി എന്ന് പറയും. അതായത് നേരെ തീണ്ടാർന്നു എന്ന് സാധാരണ മലയാളത്തിൽ പറയും, രജസ്വലയായി. അപ്പൊ പറഞ്ഞു, അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ഇങ്ങോട്ട് വരാൻ പാടില്ല എന്നുള്ള ദൂരെ മാറി നിൽക്കാൻ പറഞ്ഞു. അപ്പൊ സങ്കടത്തോടുകൂടി സീതാദേവി എന്ത് ചെയ്തു, ഗയയുടെ അങ്ങേ അറ്റത്ത് ഏതോ ഒരറ്റത്ത് പോയിട്ട് നേരെ അച്ഛനോടുള്ള സ്നേഹം, ഭർത്താവിൻ്റെ അച്ഛനാണെങ്കിൽ നല്ല സ്നേഹമായിരുന്നു. അപ്പൊ ദശരഥനോടുള്ള സ്നേഹം നിമിത്തം മണ്ണുകൊണ്ട് ഒരു ആമപിണ്ഡം എന്ന് വെച്ചാൽ മണ്ണുകൊണ്ടുള്ള പിണ്ഡാണ്, നമ്മൾ സാധാരണ ചോറ് കൊണ്ടാണ് പിണ്ഡം. അപ്പൊ ആമപിണ്ഡം ഉണ്ടാക്കി, മണ്ണുകൊണ്ടുള്ള ഒരു പിണ്ഡം ഉണ്ടാക്കിയിട്ട് അതിൽ ജലമൊഴിച്ചിട്ട് ദശരഥനായിട്ട് സമർപ്പിച്ചു എന്നാണ്. അപ്പൊ ദശരഥൻ അത് സ്വീകരിച്ചിട്ട് നേരെ സന്തുഷ്ടനായിട്ട് ബ്രഹ്മലോകം വരെ ഉയർന്നു പോയി എന്നാണ് ആ ഒറ്റ പിണ്ഡത്തിൽ. അപ്പൊ നമ്മൾ കൊടുക്കുന്ന പിണ്ഡം കൊണ്ടാണ് അവർ ഓരോരോ ലോകങ്ങളിലേക്ക് ഉയർന്നത്. അവസാനത്തെ ലോകമാണ് ബ്രഹ്മലോകം എന്ന് പറയും. അപ്പൊ ബ്രഹ്മലോകം കഴിഞ്ഞാൽ പിന്നെ ഇല്ല, പിന്നെ നേരെ ബ്രഹ്മദേവനിലേക്ക് ലയിക്കലാണ്. പിന്നെ പ്രളയത്തിൽ നേരെ ആ പ്രളയത്തിൽ പോയിട്ട് വീണ്ടും ബ്രഹ്മദേവന്റെ ഒപ്പം വീണ്ടും ജനിക്കും അവർ.
അപ്പൊ ഏറ്റവും പരമമായ പദവിയിലേക്ക് നേരെ ദശരഥൻ എത്തി. അപ്പോഴാണ് പറഞ്ഞത്, അങ്ങിപ്പോ ഞാൻ പിന്നെ വരാത്ത എന്താ കാരണം? ഈ ഊണ് കഴിച്ച വയറ് നിറഞ്ഞവന് പിന്നെ രണ്ടാമതുണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഞാൻ എത്തേണ്ട സ്ഥലത്ത് എത്തി എന്നങ്ങോട്ട് പറയും. അപ്പൊ അന്ന് ശ്രീരാമേന്ദ്ര സ്വാമികൾ ഗയയെ ശപിച്ചു എന്നാണ് പറയുക. ഇനി മുതൽ നേരെ പിതൃക്കൾ നേരിട്ട് വന്നിട്ട് ഇവിടെ പിണ്ടം സ്വീകരിക്കാതെ പോകട്ടെ എന്ന് ശപിച്ചു. ഗയയിൽ മാത്രമല്ല, ഒരു കർമ്മത്തിലും പിതൃക്കൾ നേരിട്ട് സ്വീകരിക്കാതെ പോട്ടെ എന്ന് ശപിച്ചതൊരു കഥയുണ്ട്. അപ്പൊ അതാണ് ഈ കർത്തവാവിന് ഉള്ളതായിരിക്കുന്ന, പ്രത്യേകിച്ച് കർക്കിടക മാസത്തിലെ കർത്തവാവിനുള്ളതായിരിക്കുന്ന ആ ഒരു പ്രത്യേകത. എല്ലാ പിതൃക്കളും നേരിട്ട് വരുന്നു എന്നാണ്. അപ്പൊ ഒരു വീട്ടില്, അപ്പൊ നമ്മൾ ഒരുപക്ഷെ ഏത് തീർത്ത് വായി കഴിഞ്ഞാലും പുരോഹിതൻ എന്താ പറയാ? പുരോഹിതൻ പറയും, നേരെ ആദ്യം തന്നെ പിണ്ടം വെച്ചിട്ട് പറയും, വംശത്തിലുള്ളതായിരിക്കുന്ന എല്ലാ പിതൃക്കളെയും കൂടി ആവാഹിച്ച് നേരെ അതിന്റെ മധ്യത്തിൽ വെച്ചിട്ട്, പിണ്ടത്തിന്റെ സമീപത്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ പിണ്ട മധ്യത്തിലോ പിണ്ടത്തിന്റെ താഴത്ത് വെച്ചിട്ട് നേരെ നമസ്കരിക്കണം എന്ന് പറയും. അപ്പോൾ വംശത്തിലെ എല്ലാ പിതൃക്കളും നേരെ വന്ന് അവിടെ സന്നിഹിതമാകുന്നതാണ്. അതിനുശേഷമാണ് നേരെ ഓരോരോ ഉരുള ചോറായിട്ട് ഇങ്ങനെ കൊടുത്ത് എല്ലാവർക്കും പിണ്ടദാനം ചെയ്യുക. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് സ്വന്തം പിതൃക്കളെ മാത്രം ഇങ്ങോട്ട് കയറ്റിയെടുത്തിട്ട് അവരെ ഇങ്ങനെ ആവാഹിച്ചിട്ട് അവർക്കും കൊടുക്കും. അപ്പൊ വംശത്തിലുള്ളതായിരുന്ന എല്ലാ പിതൃക്കളും അന്ന് ആ കർമ്മം ചെയ്യുന്നവന്റെ മുമ്പിൽ സന്നിഹിതരായിട്ടിരിക്കും. അതാണ് വംശത്തിലെ എല്ലാ പിതൃക്കളെയും ആവാഹിക്കാനുള്ളതായിരിക്കുന്ന കാരണം. അപ്പൊ അങ്ങനെ എല്ലാ പിതൃക്കളും അങ്ങനെ ആകാശവീഥിയിൽ നിന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ദിവസമാണ് കർക്കിടകത്തിലെ കർത്തവാവ്. അതാണ് മറ്റൊരു ശ്രാദ്ധമൂട്ടിയില്ലെങ്കിലും മറ്റൊരു വാവൂട്ടിയില്ലെങ്കിലും കർക്കിടകത്തിലെ കർത്തവാവിന് നിർബന്ധമായിട്ട് ഊട്ടണം. അത് പിതൃക്കൾക്ക് സന്തോഷകരമാണ്. അന്നാണ് എല്ലാ പിതൃക്കളും സന്തോഷത്തോടുകൂടി വരിക. ഇല്ലെങ്കിൽ നമുക്ക് പിതൃദോഷങ്ങൾ ഉണ്ടാകും എന്ന് നേരെ പുരാണങ്ങൾ എടുത്തു പറയും. അപ്പൊ അതുകൊണ്ടാണ് ആ കർക്കിടകത്തിലെ കർത്തവാവ് നമ്മൾ നടത്തുമ്പോൾ അത് ശുദ്ധമായിട്ടും വേണം. അപ്പൊ അതില് നേരെ രാവിലെ വെള്ളം പോലും കുടിക്കാതെ ശ്രാദ്ധമെല്ലാം ഊട്ടിക്കഴിഞ്ഞിട്ട് പിന്നീട് ശ്രാദ്ധത്തിൽ നിന്ന് കിട്ടുന്നതായിരിക്കുന്ന ആ ഒരു അല്പാഹാരമുണ്ട്. അപ്പോൾ അതാണ് നേരെ ആ ശ്രാദ്ധത്തിന്റെ അല്പാഹാരം എന്നാണ് പറയുക. പിണ്ടം കൊടുത്ത ശേഷം കുറച്ച് നേരെ കവ്യച്ചോറ് എന്നൊക്കെ പറയും മലയാളത്തിൽ. അപ്പം അത് കഴിയുമ്പോൾ അത് മാത്രമേ സേവിക്കാനായിട്ട് പാടുള്ളൂ. അപ്പം അത് സേവിക്കണം. അപ്പോൾ പിതൃക്കൾക്ക് കൊടുത്തതിൻ്റെ ശേഷമാണ്, അതാണ് ബലിശേഷം എന്ന് പറയാൻ കാരണം. ബലി കൊടുത്ത ശേഷം, പിതൃക്കൾക്കെല്ലാം കൊടുത്ത ശേഷം നമുക്ക് തരുന്നതായിരിക്കുന്ന ആ ശേഷം അത് സേവിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്ന് മറ്റൊന്നും കഴിക്കാനേ പാടില്ല എന്നാണ്. അപ്പോൾ സാധാരണ ബലിശേഷം കഴിച്ച 2 മണിക്കൂർ കഴിഞ്ഞ ആളുകൾ മറ്റു ഭക്ഷണങ്ങളും ചായയൊക്കെ കുടിക്കും. അത് ശരിയല്ല. കാരണം അന്നത്തെ ദിവസം പിതൃക്കൾക്ക് സമർപ്പിച്ചതായിരിക്കുന്ന പിണ്ഡം കഴിഞ്ഞിട്ട് അന്ന് ആ ഉണ്ടാക്കിയ ആ വറ്റിൻ്റെ ചോറിൻ്റെ ഒരു അംശമാണ് ഒരു ബലിശേഷം എന്ന് പറയും. അപ്പോൾ ബലിബല്യം അല്ലെങ്കിൽ ബലിശേഷം അത് കഴിച്ചാൽ അന്നത്തെ ദിവസം പൂർണ്ണമായിട്ട് ഉപവാസം ചെയ്യണം. അത് മാത്രമേ കഴിക്കാവൂന്നാണ്. പിറ്റേ ദിവസം രാവിലെ ഏതെങ്കിലും വിഷ്ണു തീർത്ഥത്തിലൊക്കെ പോയിട്ട് നേരെ ശുഭപര്യാവാസമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാം, ദാനധർമാദികൾ ചെയ്യാം, അതേപോലെ വിഷ്ണു പൂജ ചെയ്യാം. അങ്ങനെയാണ് കർക്കിടകത്തിലെ കർത്തവാവിന് നമ്മൾ അനുഷ്ഠിക്കേണ്ടതായിരിക്കുന്ന ആ ശ്രേഷ്ഠമായിരിക്കുന്ന വാവ് ബലി. അപ്പോൾ തലേ ദിവസം വരെ വാവിൻ്റെ തലേ ദിവസം, അതായത് അതാന്ന് നേരെ ചതുർദശിക്ക് രാവിലെ അല്പാഹാരം കഴിക്കുക. പിന്നെ രാത്രി മുഴുവൻ തന്നെ ഉപവാസം എടുക്കണം. പിന്നീട് ആ ബലിയിട്ടിട്ട് ബലിബല്യം കഴിച്ചിട്ട് ബലിശേഷം കഴിച്ചിട്ട് പൂർണ്ണമായിരിക്കുന്ന ഉപവാസം എടുക്കുക. പിറ്റേ ദിവസം നേരെ മംഗളകർമ്മമായിരിക്കുന്ന കുളിച്ച് ശുദ്ധമായിട്ട് മംഗളകർമ്മമാണ്. ആ മംഗളകർമ്മമായിട്ടുള്ള വിഷ്ണുപൂജ ചെയ്തിട്ടാണ് നമുക്ക് ആഹാരാദികളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴാണ് പിതൃക്കള് സന്തോഷിച്ച് തീരുക എന്നാണ് പറയുന്നത്. പിതൃക്കൾക്ക് സന്തോഷം അതാണ്. അപ്പോൾ കർക്കിടകത്തിലെ കർത്തവാവിന് നിർബന്ധമായിട്ടും വേണ്ടതായിരിക്കുന്നത് അതിൽ നേരെ വലിയ പുഷ്പങ്ങളായിരിക്കുന്ന ചെറുളയുണ്ട്, തുളസി സ്ത്രീകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പം അതേപോലെയുള്ളതായിരിക്കുന്ന ആ വസ്തുക്കൾ കൊണ്ടുള്ളതായിരിക്കുന്ന അർച്ചന ചെയ്യുന്നതിൻ്റെ അർത്ഥം ബലിപുഷ്പമാണ് ചെറുള എന്നാണ്. അപ്പം ചെറുള ദാനം ചെയ്യുമ്പോൾ ചെറുള കൊണ്ട് അർച്ചിക്കുന്ന സമയത്ത് അവർ സന്തുഷ്ടരായിട്ട് തീരും. കാരണം തുളസി ദേവന്മാർക്കും ചെറുള
പിതൃക്കൾക്കുമുള്ളതായിട്ടാണ് നമ്മുടെ സങ്കല്പം. അതുകൊണ്ടാണ് നേരെ ആ ചെറുള അവിടെ ഉണ്ടെങ്കിൽ ചെറുള തന്നെ വേണം. ചെറുള എന്നാണ് ചെടിയുടെ പേര്. അത് വളരെ ഔഷധ ഗുണമുള്ള ചെടിയൊക്കെ തന്നെയാണ്. അപ്പം അത് നേരെ കൊണ്ടാണ് പുരുഷന്മാര് നേരെ ബലി ആ പിണ്ടത്തിന്റെ മുകളിൽ സമർപ്പിക്കുക. സ്ത്രീകള് നേരെ തുളസി ദളം കൊണ്ടാണ് സമർപ്പിക്കുക. അപ്പോൾ പുരുഷന്മാര് എപ്പോഴും നേരെ തെക്കോട്ട് തിരിഞ്ഞിരിക്കണം, സ്ത്രീകള് നേരെ കിഴക്കോട്ടിരിക്കണം എന്നാണ്. അപ്പോൾ പുരുഷന്മാർ തറ്റുടുത്ത് തന്നെ ഇരിക്കണം എന്നാണ് പറയാം. അപ്പൊ ശാരീരിക അസ്വാസ്ഥ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ആളുകൾ ഇപ്പോൾ കസേരയിലിരുന്ന് ചെയ്യുന്നവരുണ്ട്. പക്ഷെ സാധിക്കുന്നിടത്തോളം നേരെ നിലത്ത് നേരെ മുണ്ട് തറ്റുടുത്തിട്ട് തന്നെ ഇരിക്കണം എന്നാണ് പറയാം. മുണ്ട് മടക്കി കുത്തിയിട്ടോ അല്ലെങ്കിൽ മുണ്ട് നിവർത്തിയിട്ടിട്ടോ ഇരിക്കലല്ല, തറ്റുടുത്ത് തന്നെ ഇരിക്കണം. കാരണം തറ്റുടുക്കുമ്പോഴാണ് ശുദ്ധമായിട്ട് തീരുക. ഈറൻ മുണ്ടുകൊണ്ട് കുളിച്ച് ഈറനായിട്ട് വന്നിരിക്കുന്ന മുണ്ടുകൊണ്ട് നേരെ തറ്റുടുത്തിട്ട് നേരെ അങ്ങോട്ട് നേരെ തറ്റുകൊടുത്തിട്ട് നേരെ അങ്ങനെ കുന്തുകാലിലിരിക്കും. അപ്പോൾ അതാണ് നേരെ ബലിയിടാനിരിക്കുന്നത് പോലെ തന്നെ ഇരിക്കണം എന്നാണ് പറയുക. അപ്പോൾ വലത് കാലും മടക്കി വയ്ക്കുക, ഇടത് കാലിങ്ങനെ കുത്തി വയ്ക്കുക. അപ്പോൾ വലത് കാലിൻ്റെ ആ ഉള്ളനടിയിൽ ആണ് നേരെ നമ്മുടെ പൃഷ്ഠം താങ്ങുക എന്നാണ് പറയുക. അതാണ് നേരെ ബലിയിടാൻ ഉപയോഗിക്കുന്നതായിരിക്കുന്ന ആസനം. അപ്പോൾ ആസനത്തിൽ ഇരുന്നാലാണ് പിതൃക്കൾക്ക് സന്തുഷ്ടരായിട്ട് തീരുക. അപ്പം അതിന് വേണ്ടതായിരിക്കുന്ന വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ വാഴയിലയിൽ വെക്കും. അപ്പോൾ വാഴയിലയിൽ വെക്കുമ്പോൾ തന്നെയും വാഴയിലയിൽ മാത്രം വെച്ചാൽ പോരാ. അപ്പോൾ സാധാരണ എല്ലാവരും വാഴയിലാണ് വെക്കാറെങ്കിലും അതിനേക്കാൾ ശ്രേഷ്ഠത്താണ് ദർഭയിൽ വെക്കണം എന്നാണ് പറയുക. അപ്പം അതാണ് നേരെ വാഴയില വെച്ച ശേഷം ദർഭ വിരിക്കണമെന്നാണ് പറയുന്നത്. ആ ദർഭയാണ് ഏറ്റവും പവിത്രമായിരിക്കുന്ന സംഗതി. പിതൃക്കള് ദർഭയിലേ വന്നിരിക്കുള്ളൂ. അപ്പോൾ കേരളത്തില് നേരെ സമ്പ്രദായപ്രകാരം നേരെ ബ്രാഹ്മണ സമ്പ്രദായപ്രകാരം അല്ലെങ്കിൽ ജാത്യ സമ്പ്രദായപ്രകാരം എന്ത് പറ്റി? അപ്പോൾ ബ്രാഹ്മണർ കർമ്മം ചെയ്യുമ്പോൾ ദർഭയാണ് ശരിക്കും വിരിച്ച് ആ ദർഭയിലാണ് പിണ്ഡം സമർപ്പിക്കുമെങ്കിൽ നേരെ അതിൽ വർണ്ണാശ്രമധർമ്മത്തിലേക്ക് താഴേക്ക് വന്നപ്പോൾ എന്തായി? അതിന് നേരെ കറുക എന്നുള്ളതായിരിക്കുന്ന ഭൂമിയിലുണ്ടാകുന്ന ഒരു ചെടിയാണ് കറുക. ആ കറുകയാണ് നേരെ വിരിച്ചിട്ട് ആ കറുകപ്പുല്ലിലാണ് നേരെ വയ്ക്കുന്നത്. അപ്പം അതാണ് ചെറുതായിരിക്കുന്ന വ്യത്യാസം. അത് വർണ്ണാശ്രമധർമ്മത്തിൽ വന്നതാണ്. പക്ഷെ ദർഭയിൽ തന്നെ വെക്കണം എന്നാണ് വിധി. അപ്പോൾ ദർഭ വിരിച്ചിട്ട് അതിൻ്റെ മുകളിലാണ്. കാരണം ആ പിതൃക്കൾക്ക് ശുദ്ധി കൂടുതലാണെന്നാണ്. ദേവന്മാരെക്കാൾ ശുദ്ധിയുള്ളവരാണ് പിതൃക്കൾ. അതുകൊണ്ടാണ് ദർഭയിൽ തന്നെ ആ പിണ്ഡം വയ്ക്കണം. ദർഭയില്ലെങ്കിൽ അത് ശുദ്ധമാവില്ല. കറുക നമുക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ടും ദർഭ ലഭ്യമല്ലാത്തത് കൊണ്ടൊക്കെ ചെയ്യും. അല്ലെങ്കിൽ ഈ വർണ്ണാശ്രമധർമ്മത്തിന്റെ വ്യത്യാസത്തിൽ ചെയ്യുമെങ്കിലും കറുകയേക്കാളും ശുദ്ധം. കറുക വിരിക്കുന്നത് നേരെ അത് ഇലയിൽ വെക്കുന്നത് പുല്ലിൽ വെക്കണം എന്നാണ് പറയുക. ദർഭയും പുല്ലാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് സാധാരണഗതിയിൽ പറയാം. ദർഭയോ അല്ലെങ്കിൽ കറുകയോ മുട്ടിയ പക്ഷം വൈക്കോലോ എന്നിങ്ങനെ കളിയാക്കി പറയും. ദർഭ കിട്ടിയില്ലെങ്കിൽ നേരെ കറുക മതി. അതും കിട്ടിയില്ലെങ്കിലോ വൈക്കോലിൽ വെക്കാം എന്ന് പറഞ്ഞൊരു പ്രമാണം തന്നെയാണ്. അതൊക്കെ തന്നെ ഒരുതരം അപഹാസ്യമാണ്. ദർഭയാണ് ഉത്തമം. അപ്പം ദർഭ ഇല്ലെങ്കിൽ നേരെ കറുകയിൽ ആണ്. നേരെ കേരളത്തിൽ നേരെ ബ്രാഹ്മണേതര ആ വിഭാഗക്കാര് നേരെ കറുകയിലാണ് നേരെ ആ പിണ്ഡം സമർപ്പിക്കുക. അപൂർവമായിട്ട് നേരെ നമ്മൾ രാമേശ്വരം തുടങ്ങിയിരിക്കുന്ന പുണ്യക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ദർഭയിൽ തന്നെയാണ് വെക്കുക. അതേപോലെ തന്നെ തെക്ക് ഭാഗത്ത് മധ്യ കേരളം വിട്ട് തെക്ക് ഭാഗത്ത് ദക്ഷിണ കേരളത്തിൽ ദർഭയിലാണ് പിണ്ഡം വയ്ക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ ദക്ഷിണ കേരളത്തിൽ സഞ്ചരിക്കുമ്പോൾ അവിടെ ശ്രാദ്ധത്തിനൊക്കെ തന്നെ ദർഭയിലാണ് പിണ്ഡം വയ്ക്കുക. കറുക ഒരു സമ്പ്രദായം അവിടെ ഇല്ല. അപ്പോൾ ഇതാണ് പിണ്ഡം സമർപ്പിക്കുന്നതിൻ്റെ പ്രധാന കാര്യം. അപ്പോൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ നിർബന്ധമായിട്ട് വേണ്ടത് എന്താണ്? നിർബന്ധമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ കർമ്മം ചെയ്യുമ്പോൾ കർമ്മത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നേരെ കയ്യിൽ പവിത്രം ധരിക്കുക എന്നങ്ങനെ പറയും. അപ്പോൾ കയ്യിൽ പവിത്രം ധരിക്കണം. അപ്പോൾ ദർഭ വിരിച്ചിട്ട് ആ ദർഭ കൊണ്ട് കൈ ഒരു പവിത്രം ഉണ്ടാക്കിയിട്ട് ആ ദർഭയുടെ ആ പവിത്രം മോതിരം. അപ്പോൾ ദർഭ ഇങ്ങനെ ചുറ്റിയിട്ട് നേരെ ഒരു മോതിരം മാതിരി ആക്കിയിട്ട് അതിങ്ങനെ നമ്മുടെ മോതിരവിരൽ അണിയും. അപ്പോഴേ നമ്മൾ കർമാധികാരിയാവുള്ളൂ എന്നാണ്. അതാണ് കർമാധികാരി. അപ്പോൾ അതേ സമയത്ത് ആ വറ്റൊക്കെ തൊടുന്ന സമയത്ത് മെച്ചിലൊക്കെ തൊടുമ്പോൾ അത് ഊരി വെച്ചാൽ പിന്നെ കഴുകിയിട്ട് വേണം അതിടാൻ. അപ്പം ആ കയ്യിൽ നേരെ ആ തട്ടുടുത്താൽ നേരെ മുണ്ട് മടക്കി കുത്തിയിട്ട് പിന്നെ ദർഭ കൊണ്ടുള്ളതായിരിക്കുന്ന പവിത്രം ധരിച്ചിട്ടാണ് കർമ്മം ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം എന്നാണ്.
പിന്നീട് നേരെ സാധാരണഗതിയിൽ പിണ്ടം സമർപ്പിക്കുമ്പോൾ വെറും ആഹാരം മാത്രമല്ല ചെയ്യുക. അപ്പൊ ആഹാരത്തിനോടൊപ്പം തന്നെ നേരെ ഉത്തമമായിരിക്കുന്ന ആ സാധനങ്ങൾ, അതായത് നെയ്യ്, അതേപോലെയുള്ളതായിരിക്കുന്ന വസ്തുക്കള്, തൈര് സമർപ്പിക്കുന്ന, നെയ്യല്ല, പൊതുവെ തൈരാണ് ഉത്തമം. അപ്പോൾ തൈര് സമർപ്പിക്കണം. അതേപോലെ എള്ള് നേരെ സമർപ്പിക്കണം. എള്ള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹത്തിന്റെ പ്രതീകമാണ്. അപ്പൊ പിതൃക്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എള്ള് എന്നുള്ളതാണ്. അതാണ് എള്ള്, സ്നേഹത്തിന്റെ പ്രതീകമാണ്. അപ്പോൾ സ്നേഹത്തിന്റെ പ്രതീകമായിരിക്കുന്ന എള്ള് നേരെ വയ്ക്കും. ചെറുള എന്നുള്ള പുഷ്പം വയ്ക്കും. അതേപോലെ തന്നെ തൈര് നേരെ സമർപ്പിക്കും. എണ്ണ വേണമെങ്കിൽ സമർപ്പിക്കാം. അപ്പോൾ അങ്ങനെ ദാനങ്ങൾ ചെയ്യണം എന്നാണ്. അപ്പം അങ്ങനെ എണ്ണ, തൈര്, അതേപോലെ തിലം, എള്ള്, അതേപോലെ പുഷ്പം, ഇതെല്ലാം സമർപ്പിച്ചിട്ടാണ് പിതൃകർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. പിന്നീടാണ് നേരെ പുരോഹിതന്റെ ദക്ഷിണ കൊടുത്ത്, കർമാധികാരിക്ക് ദക്ഷിണ കൊടുത്തിട്ടാണ് കർമ്മം സമർപ്പിക്കുക. അപ്പം ഇത് നേരെ മറ്റൊരു കർമ്മവും ചെയ്തില്ലെങ്കിലും ഈ കർക്കിടക മാസത്തിലെ പിതൃകർമ്മം ചെയ്താൽ തന്നെ നമ്മുടെ എല്ലാ പാപങ്ങളും തീരുകയും എല്ലാ അശുദ്ധികളും മാറിയിട്ട് ശുദ്ധമാകും. പിതൃക്കൾ സന്തുഷ്ടി ആയിക്കഴിഞ്ഞാൽ, പിതൃക്കൾക്ക് സന്തോഷം വന്നാൽ ദേവന്മാർ സന്തോഷിക്കുന്നതാണ്. അപ്പൊ ദേവന്മാര് സന്തോഷിച്ചില്ലെങ്കിലും പിതൃക്കൾ സന്തോഷിച്ചാൽ ദേവന്മാർ സന്തോഷിക്കും. പിതൃക്കൾ സന്തോഷിച്ചില്ലെങ്കിലോ ദേവന്മാർ സന്തോഷിച്ചിട്ടൊരു കാര്യമില്ല എന്നാണ്. കാരണം ആദ്യത്തെ ദേവന്മാരായിട്ടാണ് പിതൃക്കളെ പറയുക. അപ്പൊ പിതൃക്കള് സന്തോഷിച്ചാൽ മാത്രമേ ദേവന്മാർ സന്തോഷിക്കുള്ളൂ, മറ്റ് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളൊക്കെ സന്തോഷിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് നേരെ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ സന്തോഷിക്കാൻ, ദേവന്മാർ സന്തോഷിക്കാൻ പിതൃക്കൾ സന്തോഷിപ്പിക്കണം. ആ സന്തോഷിപ്പിക്കുന്ന കർമ്മമാണ് കർക്കിടകത്തിലെ കർത്തവാവ്. അത് ആണ് കർക്കിടകത്തിലെ കർത്തവാവിന് ആ പ്രത്യേകത വരാൻ കാരണം. പിന്നെ കർക്കിടക മാസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലരാശിയാണ്, ചരരാശിയാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പിതൃക്കളെ നമ്മൾ വടവന്നിരുത്തി ആ കർക്കിടക മാസത്തിൽ ശുദ്ധമാകണം. അപ്പൊ നമ്മുടെ കർമ്മങ്ങളൊക്കെ ചെയ്ത് ശുദ്ധമായാലേ നമുക്ക് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അപ്പൊ ശ്രാവണം തുടങ്ങിയിരിക്കുന്ന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ഉത്സവാദികളുടെ സമയമായി. ശ്രാവണം മുതലാണ് ഉത്സവങ്ങളൊക്കെ തുടങ്ങുക. ദീപാവലി, അങ്ങനെ ഉത്സവങ്ങളുടേതായിരിക്കുന്ന സമയമായി. അപ്പോൾ പിതൃകർമ്മത്തോടു കൂടിയിട്ട് നമ്മൾ എല്ലാ കർമ്മങ്ങളും പൂർത്തിയാക്കുന്നു. അതാണ് കർക്കിടകത്തിൽ നമ്മൾ എല്ലാ കർമ്മങ്ങളും പൂർത്തിയാക്കും. അപ്പോൾ പിതൃകർമ്മം പൂർത്തിയാക്കി പിതൃക്കളെ സന്തോഷിപ്പിച്ചിട്ടാണ് നമ്മൾ ശ്രാവണത്തിൽ നേരെ ആഘോഷങ്ങളായിട്ട് നേരെ നമ്മൾ വരിക. അതാണ് ജന്മാഷ്ടമി, പിന്നെ ദീപാവലി, പിന്നെ അങ്ങനെയുള്ളതായിരിക്കുന്ന ഓരോരോ ആഘോഷങ്ങളുടെ പരമ്പര തന്നെ വരും. ശിവരാത്രി, അതേപോലെ തന്നെ തിരുവാതിര, അത് നേരെ തുടർച്ചയായിട്ട് വരുന്നു. കാരണം എന്താണ്? കർക്കിടകത്തില് പിതൃക്കൾ സന്തോഷിച്ചാൽ നമുക്ക് പിന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കും. അതുകൊണ്ടാണ് കർക്കിടകത്തിലെ കർത്തവാവിന്റെ ബലി, കർക്കിടകവാവ് ബലി നിർബന്ധമായിട്ട് നമ്മുടെ ഹൈന്ദവ ധർമ്മത്തിൽ എടുത്തു പറയുന്നതും അത് നിർബന്ധമായിട്ട് നടത്തുകയും ചെയ്യണം. അതാണ് ഇതിൽ സൂചിപ്പിച്ചതായിരുന്ന, അതാണ് കർത്തവാവിന്റെ പ്രത്യേകതയായിട്ട് പറയാനുള്ളത്.